നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ചില പോലീസുകാർ നയങ്ങൾക്കൊക്കെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില പോലീസുകാർ ഉണ്ടെന്ന ഓർമ്മപ്പെടുത്തലുകൾ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ CPIM-ന്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ അങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തൽ വരുമ്പോൾ സർക്കാർ അവിടെ ഇടപെടണം എന്ന ആവശ്യം കൂടി ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്താണ് അതിന്റെ അടിസ്ഥാനം, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, ഇനി എന്താണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഏതായാലും പോലീസുമായി ബന്ധപ്പെട്ട ഈ വിഷയം തന്നെയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം തത്സമയം ചർച്ചയിൽ പങ്കുചേരാനായി ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ശ്രീ റജി ലൂക്കോസ് എന്നിവർ ചേരുന്നുണ്ട്. ഒപ്പം കൊച്ചിയിൽ നിന്നും ശ്രീ KVS ഹരിദാസ്, കോട്ടയം സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ PA സലിം എന്നിവർ ജോയിൻ ചെയ്തതാണ്. ഇടവേളയിലേക്ക് പോയ ശേഷം ചർച്ചയിലേക്ക് വരികയാണ്. ആദ്യം തന്നെ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇവിടെ ഒരുപക്ഷെ സ്വാഭാവികമായും പല ഘട്ടങ്ങളിലും ചില നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ചില നല്ല വിഭാഗങ്ങൾ എതിർക്കപ്പെടുന്നത് അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഇടയിൽ എന്തെങ്കിലും പേരുദോഷം ഉണ്ടാക്കുമ്പോഴാണ്. ഒരുപക്ഷെ ഇവിടെ ഇന്നിപ്പോൾ കോടിയേരി ആയാലും പ്രകാശ് കാരാട്ടായാലും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ചില പോലീസുകാർ എങ്കിലും നിയമലംഘനം നടത്തുന്നു, അവരെ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഈ ഒരു വിഷയം ഗൗരവതരമായി ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി, ഒരുപക്ഷെ അതിനു മുൻപും പല വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? അല്ല, കഴിഞ്ഞ 2 ആഴ്ചയായി തന്നെ സൗമ്യ നിങ്ങൾ സൂചിപ്പിച്ചത് മാതിരി പ്രത്യേകിച്ച് നിലമ്പൂർ മാവോയിസ്റ്റിന് മേലുള്ള ആക്രമണം തുടങ്ങി. ഇപ്പോൾ പുതിയതായി നദീർ എന്ന് പറയുന്ന ആൾക്ക് UAPA ചുമത്തിയതുവരെ ഉള്ള ഈ ഒരു ഫോർട്ട്നൈറ്റ്, ഈ 2 ആഴ്ചക്കാലം കേരള രാഷ്ട്രീയത്തിൽ പോലീസിനെ സംബന്ധിച്ച് ഒരു ശനിദശ നിറഞ്ഞ കാലമായിരുന്നു. അതിന് കാരണം വലിയ പ്രതീക്ഷ അർപ്പിക്കപ്പെടുന്നൊരു നേതാവാണ് പിണറായി വിജയൻ എന്നതാണ്. ഏറ്റവും ഉന്നതമായ ഒരു മൂല്യബോധത്തിനെ സംബന്ധിച്ച് സമീകരിക്കുന്ന ഒരു നേതാവ് ചെറിയ ഒരു പാളിച്ച കാണിച്ചാൽ അത് വലിയ ഗൗരവതരമായ ഒരു വാർത്തയും പ്രശ്നവുമൊക്കെ ആകും. സത്യത്തിൽ പോലീസ് നയത്തിൻ്റെ ആദ്യ ഡിക്ലറേഷൻ എന്ന നിലയ്ക്ക് പുതിയ സർക്കാർ നമുക്ക് എടുക്കാൻ കഴിയുന്നത് ജേക്കബ് തോമസിൻ്റെ ഒരു നിയമനമാണ്. എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞൊരു നിയമനമാണത്. കാരണം അത്രത്തോളം എളുപ്പം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളല്ല ജേക്കബ് തോമസ്. എന്നിട്ടും വിജിലൻസിൻ്റെ ഏറ്റവും തലപ്പത്ത് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം പിണറായി വിജയൻ നൽകുമ്പോൾ അത് വലിയ നല്ല ഒരു സൂചനയായി കേരളം, പ്രബുദ്ധ കേരളം നെഞ്ചോട് ഏറ്റിയ ഒരു കാര്യമാണ്. അതിനുശേഷമാണ് ഇത്തരം സംഭവഗതികൾ വരുമ്പോൾ വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്നവർക്ക് വരുന്ന ഏറ്റവും ചെറിയ പാളിച്ച പോലും ഗൗരവതരമായ ചർച്ച അനിവാര്യമാക്കി തീർക്കും. അതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഈ 2-3 ആഴ്ചക്കാലം പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ആക്രമണത്തിൽ, മാവോയിസ്റ്റിൻ്റെ മേളിൽ നടത്തിയ ആക്രമണമുണ്ടല്ലോ, അല്ലെങ്കിൽ കൊലപാതകം, അത് ഏതെങ്കിലും തരത്തിലായിക്കൊള്ളട്ടെ, ഇങ്ങോട്ട് വെടിവെച്ചോ ഇല്ലയോ എന്നതൊക്കെ ഇനി അന്വേഷണം തെളിയിക്കാനിരിക്കുകയാണ്. ഏതായാലും കൊലപാതകമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ആ കൊലപാതകം മുതലുള്ള സംഭവഗതികൾ പരിശോധിച്ചാൽ ഒന്നിനു പിറകെ ഒന്നായി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതിരുവിടുന്ന പ്രവർത്തന രീതികൾ ഉണ്ടായ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു രാഷ്ട്രീയ വിരോധികളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, അത് സ്വാഭാവികതയിൽ ഉണ്ടാകും, നമുക്കറിയാം. മറിച്ച് ഇടതുപക്ഷ ചിന്താഗതി പങ്കുവയ്ക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ, അതിന് പിന്നീട് ഇടതുപക്ഷ മുന്നണിയിലുള്ള കക്ഷികളിൽ നിന്ന് തന്നെ, പിന്നെ ഇടതുപക്ഷത്തെ നിൽക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതമായ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെടുകയുണ്ടായി. അതിനുള്ള കാരണം ഇതാണ്. പക്ഷേ ഇപ്പോൾ സൗമ്യ നാം ചർച്ച ചെയ്യുന്നത് പരിഹരിക്കപ്പെട്ടൊരു പ്രശ്നത്തെ സംബന്ധിച്ചാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുന്നത് നദീറിന് മേൽ ആരോപിച്ചിരുന്ന UAPA ഏകപക്ഷീയമായി പിൻവലിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി അയാൾ മോചിതനാവുകയും ചെയ്ത അവസ്ഥയാണ്. അത് പോലീസ് ആദ്യം എടുത്ത, ശരിക്കും പറഞ്ഞാൽ അവസാന നിമിഷം വരെ റെജി ലൂക്കോസ് അവർ അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്ത് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് പരിശോധിക്കുക പോലും ചെയ്തു. എന്നിട്ടും നിവൃത്തിയില്ലാതെ പിൻവലിക്കുകയായിരുന്നു. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, പോലീസ് എന്നതൊരു ഉപകരണമാണ്. ആ ഉപകരണം ആരുപയോഗിക്കുന്നുവോ, ഏത് കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നാം ആ ഉപകരണം ഉപയോഗിക്കുന്നുവോ അതനുസരിച്ച് പോലീസിൽ മാറ്റം വരും. രാഷ്ട്രീയ മാറ്റം ഭരണരംഗത്ത് വന്നാൽ പോലീസിൻ്റെ സമീപനത്തിൽ രാഷ്ട്രീയ മാറ്റം വരും. അതിനാണ് ഭരണമാറ്റം ഉണ്ടാകുന്നത്. ആ അർത്ഥത്തിൽ പോലീസിനെ ഉപകരണപരമായ ഒരു പങ്കെന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഈ കഴിഞ്ഞ ഒരു ഫോർട്ട്നൈറ്റിൽ, ഒരു 2 വാരക്കാലം സത്യത്തിൽ കേരളത്തിലെ ഭരണ സംവിധാനം പരാജയപ്പെട്ടോ ഇല്ലയോ എന്ന ഒരു പുനഃചിന്തനം അനിവാര്യമാക്കി തീർക്കുന്നു ഇപ്പോൾ.
യെസ്, ശ്രീ റജി ലൂക്കോസ്, അവിടെയാണ് ഒരുപക്ഷെ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ആദ്യ ഒരു പ്രഖ്യാപനത്തിന്റെ ഭാഗമായിരുന്നു ഈ പോലീസുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ. പ്രത്യേകിച്ച് ഒരു പരിധിവരെ പോലീസിന് എല്ലാ കാര്യങ്ങളിലും സ്വാതന്ത്ര്യം നൽകുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ കോട്ട് ചെയ്ത് തന്നെ പറയുകയാണ്, ആ വിധത്തിലുള്ള ഒരു പ്രഖ്യാപനവും സർക്കാരിന്റെ നിലപാടുകളുമൊക്കെ. അതിനപ്പുറത്ത് നിന്ന് ഈ ചില ഓർമ്മപ്പെടുത്തലുകൾ, അതായത് ചില പോലീസുകാർ ഇങ്ങനെ നയങ്ങൾ മറികടന്ന് നിൽക്കുന്നു എന്ന് പറയുന്നതിനിടയ്ക്ക് എല്ലാ സർക്കാരുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണോ ഇവിടെയും ഉള്ളത്? അല്ല, തീർച്ചയായിട്ടും നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ ഫാസിൽ സാറ് പറഞ്ഞ ഒരു കാര്യത്തിനോട് ഇനി ഞാൻ അടിവരയിടുകയാണ്. അതായത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറ് മുഖ്യമന്ത്രി ആയപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലൊരു വലിയ സൽഭരണം കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചു. പ്രത്യേകിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ജീവിക്കുന്ന ഒരു രക്തസാക്ഷി എന്ന രീതിയിൽ വേണം നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ സാർ. എങ്കിൽ പോലും തനിക്ക് നേരിട്ട പോലീസ് പീഡനങ്ങളെല്ലാം മറന്നുകൊണ്ട് കേരളത്തിലെ പോലീസിനെ അത്യാവശ്യം സ്വതന്ത്രമായൊരു സംവിധാനമായി മാറ്റുവാൻ അദ്ദേഹം ശ്രമിച്ചു എന്നത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ ശത്രുക്കൾ പോലും അതിനെ അംഗീകരിക്കുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം നമ്മുടെ കമാൽ ചവറ എന്ന് പറയുന്ന എഴുത്തുകാരനെ ദേശീയഗാനത്തോടനുബന്ധമായ രീതിയിൽ അത് അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തൊരു സംഭവം, അത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അല്പം നോട്ടക്കുറവ് അതിനകത്ത് സംഭവിച്ചെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ ഈ രണ്ടാമത്തെ കേസ് നൂറുദ്ദീൻ അല്ലേ, അദ്ദേഹത്തിന് നാദിറിനെ സംബന്ധിച്ചോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസ് ചുമത്തപ്പെട്ടത് UDF സർക്കാർ ഭരിക്കുന്ന കാലത്താണ്. അത് ഇപ്പോഴത്തെ ചില രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുകയും എന്നാൽ പെട്ടെന്ന് തന്നെ അത് തിരുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ ഭരണകക്ഷി ഇതിന് UDF ആണെങ്കിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള തൻ്റെ ഇടത്തോടുകൂടി ഒരു ചെറിയ തെറ്റ് വന്നപ്പോൾ ചൂണ്ടിക്കാണിച്ച് ഗവൺമെന്റിനോട് അത് നേരിട്ട് പറഞ്ഞു എന്നുള്ള ആർജവം, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും പ്രത്യേകത എന്നാണ് നമ്മൾ ഈ നിമിഷം കാണേണ്ടത്. ഇത് UDF ആണ് എന്നുണ്ടെങ്കിൽ KPCCയുടെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് ഒരു കാരണവശാലും വാതുറക്കുകയില്ല എന്നത് കഴിഞ്ഞ 65-66 വർഷമായിട്ടുള്ള കേരളത്തിലെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ തങ്ങളുടെ കയ്യിൽ നിന്നും വഴുതി മാറി പലരും ഭരണം മാറിയില്ല എന്നുള്ള മാനസികാവസ്ഥയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വിക്രിയകളെ ചോദ്യം ചെയ്യുവാനത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുവാനുള്ള തൻ്റെ ഇടം കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിയായ CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് പരസ്യമായി പ്രകടിപ്പിച്ചത് ശ്ലാഘനീയം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിനെ UAP എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞ പോലെ UAP എന്ന് പറയുന്ന ഒരു കിരാത നിയമം കേരളം പോലെ ഇടതുപക്ഷം പോലെ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആവശ്യമില്ല. ഏതെങ്കിലും തരത്തിൽ അത് നിയമലംഘനമായിട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ചാർത്തപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് സർക്കാർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ആരോപിക്കുന്നതിൽ പോലും പ്രസക്തിയില്ല. അതൊരു ഉദ്യോഗസ്ഥൻ്റെ ഡിസ്കഷനാണ്. നമുക്കറിയാം പോലീസ് സേനയിൽ പൊതുവെ കേരളത്തിൽ സമീപകാലത്തായിട്ടൊരു മാറ്റം കണ്ടിട്ടുണ്ട്. ജനകീയമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന പോലീസ് സേനയാണ് കേരളത്തിലെ എന്നുള്ളവരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള DGPമാരെ പ്രകീർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നിതീഷ് കുമാർ ബീഹാറിലെ കേരളത്തിലെ പോലീസിനെ കുറിച്ച് അദ്ദേഹം ഒരു മാസം മുമ്പ് പരസ്യവേദി പ്രശംസിച്ചു. അപ്പോൾ ചെറിയ ചെറിയ വീഴ്ചകൾ വന്നു, അങ്ങനെ വരാൻ പാടില്ല. അത് തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഭരിക്കുന്ന കക്ഷി ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിനോട് സുഖക്കുറവുള്ള ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള ചില ചെറിയ നീക്കങ്ങൾ നടത്തിയാൽ അത് മുളകളെ നുള്ളിക്കളയേണ്ടത് തന്നെയാണ്. കാരണം കേരളത്തിലെ ഭരണകക്ഷി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് സമീപകാലത്ത് ഒരു സർക്കാർ നേടാത്ത രീതിയിലുള്ള ജനപിന്തുണ നേടിക്കൊണ്ട് ജനങ്ങളോടൊപ്പം ജനപക്ഷത്ത് നിന്നുകൊണ്ട് കേരളത്തിൽ മുന്നേറുന്നൊരു ഭരണ സംവിധാനമാണ്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, കേന്ദ്ര ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് സെക്ടറിനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയിൽ ആർജവത്തോടുകൂടി ജനങ്ങളോട് അഡ്രസ് ചെയ്ത് കേന്ദ്ര ഗവൺമെന്റിനോട് കാര്യമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒരു ജനതയോടൊപ്പമാണ് ആ സംസ്ഥാന ഗവൺമെന്റ് ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ഏക സംസ്ഥാന ഗവൺമെന്റാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. അതുകൊണ്ട് വൈകിയുള്ള മാനസികാവസ്ഥയുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെ ഇമേജിനെ തകർക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി അത് തിരുത്തും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ശ്രീ KVS, ഇവിടെ നാദറിന്റെ വിഷയത്തിൽ അവസാനം എത്തി നിൽക്കുന്ന ഒരു വിഷയത്തിൽ അവിടെ കാര്യങ്ങൾ തിരുത്തപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ തിരുത്തപ്പെട്ട വിഷയങ്ങളെയും കൂടി ചേർത്ത് വായിക്കണ്ടേ സ്വാഭാവികമായും ഈ ഒരു വിമർശനങ്ങളെയും നിലപാടുകളെയും ഒക്കെ? സൗമ്യ, ഞാൻ ഈ പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള പോലീസ് നയത്തെ വളരെ വളരെ ഒരു പ്രത്യേകതയോടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതുവരെ തന്നെ. സാധാരണ നമുക്ക് കാണാറുള്ളത് ഒരു മാർക്സിസ്റ്റ് ഭരണത്തിൽ പോലീസിന് മേലുള്ള ഒരു കടിഞ്ഞാണിട്ടിട്ട് പോലീസിനെ കൊണ്ട് ക്ഷ വരപ്പിക്കുന്ന ഒരു സമ്പ്രദായം പഴയ കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്.
പക്ഷേ ഇത്തവണ പിണറായി വിജയൻ്റെ, ഞാൻ അദ്ദേഹത്തിനോട് അതിനുള്ള ക്രെഡിറ്റ് കൊടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സർവ്വ ബഹുമാനത്തോടെയും പറയട്ടെ, അദ്ദേഹം ഇത്തവണ പോലീസിന് വേണ്ടതിലധികം സ്വാതന്ത്ര്യം കൊടുത്തു. ക്രമസമാധാന പാലന കാര്യത്തിൽ പോലീസിന് നിഷ്പക്ഷമായിട്ട് സ്വതന്ത്രമായിട്ട് ഇടപെടാനുള്ള ഒരു കഴിവും അദ്ദേഹം, അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹം കൊടുത്തു. അതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ ജേക്കബ് തോമസിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതുപോലെ തന്നെയാണ് ഈ ലോക്നാഥ് ബെഹ്റയുടെ വരവും. കാരണം സെൻകുമാർ ആയിരുന്നു ആദ്യം ആ സമയത്ത് DGP. അതിനുശേഷം ഡൽഹിയിൽ പോയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു ഡിസ്കഷന് ശേഷം തിരിച്ചു വന്ന പിണറായി വിജയനാണ് ലോക്നാഥ് ബെഹ്റയെ DGP ആയിട്ട് വച്ചത്. അത് കാരണം DGP എന്ന നിലയിൽ ലോക്നാഥ് ബെഹ്റയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം അദ്ദേഹം NIA വർക്ക് ചെയ്തിട്ടുണ്ട്, CBI വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ കേരളത്തിലെ കാര്യങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ പറ്റും എന്നൊരു ബോധം CPM ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ആവർത്തിച്ച് പറയാൻ കാരണം, ചില സംഭവങ്ങൾ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. പഴയ CPM സ്റ്റൈലിലുള്ള ചില സംഘർഷങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പയ്യന്നൂരിൽ സംഭവം ഉണ്ടായി, ഞാൻ പേര് പറയണ്ട. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു നേതാവ് കയറി ബഹളം ഉണ്ടാക്കിയതിനെക്കുറിച്ച് ചർച്ചയുണ്ടാവും. CPM സംസ്ഥാന കമ്മിറ്റി തന്നെ ആ കാര്യം പരിഗണിക്കുകയും അത്തരത്തിലുള്ള സംഭവങ്ങളിൽ മേലാൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പാർട്ടി നേതാക്കന്മാർക്ക് നിർദ്ദേശവും കൊടുക്കുകയും ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനൊക്കെ നമ്മൾ കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും പോസിറ്റീവായിട്ട് കാണേണ്ടതാണ്. ഇത്തരത്തിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലീസിനൊപ്പം നിൽക്കാൻ ഈ മുഖ്യമന്ത്രി തയ്യാറായി എന്നതാണ് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ സുരേന്ദ്ര ബാബു ഒക്കെ നിലമ്പൂർ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ നിലമ്പൂർ സംഭവം മാവോയിസ്റ്റുകൾക്ക് എതിരായിട്ടുള്ള ശക്തമായ നിലപാട് എടുക്കണം എന്നതാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള വിഘടനവാദ തീവ്രവാദ ശക്തികൾക്ക് എതിരായിട്ട് നിലപാടെടുക്കാൻ അല്ലെങ്കിൽ നടപടി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ തണ്ടർബോൾട്ട് പോലുള്ള ഒരു പ്രത്യേക സംവിധാനത്തെ തന്നെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിനൊപ്പം നിൽക്കാൻ പിണറായി തയ്യാറായി എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഇപ്പോൾ ഞാൻ ആശങ്കപ്പെടുന്നത് VS അച്യുതാനന്ദൻ്റെ ഒരു പ്രസ്താവനയുടെ പിന്നാലെ VSൻ്റെ രാഷ്ട്രീയ താല്പര്യം നമ്മളിവിടെ കാണാതെ പോയിക്കൂടാ. കാരണം അധികാരത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള VS കിട്ടുന്ന അവസരങ്ങളിൽ ഒടിയാൻ പെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറേ നാളായിട്ട് കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പക്ഷേ ആ ഒരു പ്രസ്താവനയുടെ വേൽ പിടിച്ചുകൊണ്ട് കോടിയേരിയും മറ്റ് പാർട്ടി നേതാക്കന്മാരൊക്കെ തന്നെ പോലീസിന് മേൽ കടിഞ്ഞാണിടാൻ പഴയ പാർട്ടി ഭരണത്തിൻ്റെ സംവിധാനം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് കേരളത്തിൽ അപകടമുണ്ടാക്കും. കേരളത്തിൽ പോലീസിന് കൊടുക്കേണ്ടത് സ്വാതന്ത്ര്യമാണ്. ഇതുവരെ പ്രശ്നങ്ങളില്ലാതെ കേരളത്തിലെ പോലീസിനെ നയിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഞാൻ തുറന്നു പറയേണ്ട കാര്യം തന്നെയാണ്. അതിലൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് സ്വാമിയെ. കാരണം CPMൻ്റെ നയമല്ല പലപ്പോഴും കേരളത്തിൽ കണ്ടിട്ടുള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ JNU പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. അവിടെയൊക്കെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ഇന്ത്യയെ വെട്ടിമുറിക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തവർക്ക് പിന്നാലെ ഡൽഹിയിലെ CPM നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ കൈകോർത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇത്തരം വിധ്വംസക ശക്തികൾക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കാൻ, അവരെ പിടികൂടാനുള്ള ശക്തമായ നടപടികൾ ലോക്നാഥ് ബെഹ്റയുടെ നേതൃത്വത്തിൽ പിണറായിയുടെ സഹായത്തോടു കൂടി തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കൊച്ചിയിലെ പീസ് സ്കൂളിൻ്റെ കാര്യം. അവിടെ ഒരു ജിഹാദി വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് പോയ സ്കൂളാണ്. അതിലെ ബന്ധപ്പെട്ട ആൾക്കാരെ മുഴുവൻ പിടികൂടി. സാക്കീർ നായിക്കുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന കേരളത്തിലെ കുറേ ആൾക്കാരുണ്ട്. ISISലേക്കൊക്കെ റിക്രൂട്ട്മെൻറ്റിന് സഹായകരമായ നിലപാടെടുത്തവരെ, അവർക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കാൻ, അവരെ പിടികൂടാനായിട്ട് കേരളത്തിലെ പോലീസിന് കഴിഞ്ഞു. ഒരു സുപ്രധാനമായ ഒരു വിഷയമുള്ളത്, ഇവിടെ നമ്മൾ കഴിഞ്ഞ സർക്കാർ ഭരണം അവസാനിപ്പിക്കുന്ന കാലത്തുണ്ടായിരുന്ന വലിയൊരു ക്രമസമാധാന വിഷയം എന്നത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയായിരുന്നു. അതൊഴിവാക്കുക എന്നതായിരുന്നു ആദ്യത്തെ ഏറ്റവും വലിയൊരു നടപടി. അതിന്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന സമീപകാലത്തെ വിഷയങ്ങൾ വലിയ അപഗ്രഥിക്കുന്ന ഒരു സമയത്തു കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഇങ്ങനെ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഉയർന്നു വരുന്ന ആശങ്കകൾ, അതിന് അടിസ്ഥാനം ഉണ്ട്, അതിന് പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ? അല്ല, സൗമ്യ ആദ്യം പറഞ്ഞ ഒരു അഭിപ്രായത്തോട് വിയോജിപ്പുണ്ട്.
മുൻ ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് പൂർണ്ണമായും തെറ്റാണ്. ആ ഗവൺമെന്റിനെതിരായി ആരോപണം ഉന്നയിച്ച ആളുകൾ പോലും ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരായി ഗൗരവപരമായ ആരോപണം ഉന്നയിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഈ KVS ഇപ്പം വളരെ ഗൗരവപരമായ ഒരു കാര്യം സൂചിപ്പിച്ചു. ഇത് TP സെൻകുമാറിനെ പോലെ മികച്ച പ്രതിച്ഛായുള്ള ഒരു DGPയെ സ്ഥാനത്ത് നിന്ന് മാറ്റി ലോക്നാഥ് ബെഹ്റയെ പോലെ ആളുകൾ വന്ന സമയത്ത് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ നിയമനത്തിന്റെ പിന്നിലെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത സൂചിപ്പിച്ചതാണ്. ഇവിടെ എന്തായാലും സംഘപരിവാറുമായി നല്ല ബന്ധമുള്ള KVS പരസ്യമായി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്താണ് ലോക്നാഥ് ബെഹ്റയെ കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ പരമോന്നത ചുമതല ഏൽപ്പിച്ചു എന്ന് പറഞ്ഞെടുത്ത് ഞങ്ങളുടെ ആദ്യത്തെ സംശയം കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു വരുന്ന ആളുകൾ അന്ന് ഈ സംശയം ഇവിടെ സൂചിപ്പിച്ചിരുന്നതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ സാന്ദർഭികമായി KVS അത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങളുടെ സംശയം ഒന്ന് കൺഫേം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ രണ്ടാമത്തെ ഞാൻ റെജി ലൂക്കോസിന്റെ അത് പിണറായി ഗവൺമെന്റിനുള്ള ഒരു വലിയ സ്തുതിഗീതമായിരുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പിണറായി വിജയനെ പോലെയുള്ള ഒരു നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോൾ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ശരി അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും വലിയ പ്രതീക്ഷകൾ നൽകി എന്നുള്ളതാണ്. അത് നമുക്കറിയാം. പക്ഷേ ആ പ്രതീക്ഷകളോടൊന്നും ഇവിടെ TP സെൻകുമാറിനെ പോലെ ഒരു വളരെ മികച്ച പ്രതിച്ഛായുള്ള എഫിഷ്യൻ്റായ ഒരു പോലീസ് ചീഫിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഒരു കാര്യം ഓർക്കണം, UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ LDF ഗവൺമെന്റ് കാലത്തുണ്ടായിരുന്ന DGPയെ ഉമ്മൻചാണ്ടി മാറ്റാൻ തയ്യാറായില്ല. പക്ഷെ ഇവിടെ പിണറായി വിജയൻ വന്നപ്പോൾ TP സെൻകുമാറിനെ മാറ്റിയത് ഒരു ഭരണകൂടം മാറി വന്നതിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി നിങ്ങൾ പറയുമ്പോഴും വിലയിരുത്തുമ്പോഴും ഇവിടെ KVS പറഞ്ഞ കാര്യങ്ങൾ അത് ചേർത്ത് വെക്കേണ്ടതാണ്. സംഘപരിവാറിന് കൂടി താല്പര്യമുള്ള ഒരു DGP കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കുന്നു എന്നുള്ള ഒരു വലിയ ആരോപണം ഈ ചർച്ചയിലൂടെ വളരെ സ്പോണ്ടേനിയസ് ആയി അത് വന്നു എന്നുള്ളത് നമുക്ക് അത് തൽക്കാലം വിസ്മരിക്കാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പം എന്താ പ്രശ്നം? ഇവിടെ ഞങ്ങൾ പോലീസിന് ആവശ്യമായ ഒരു ഫ്രീഡം ഉണ്ടാവണം, അവർക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവണം. ഇതിലൊന്നും ഒരു സംശയവുമില്ല. പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒന്നും UAPയെ കേരളത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെക്കാൻ കഴിയുന്നു. ഇതൊരു സെൻട്രൽ ആക്ട് ആണ്. സ്വാഭാവികമായും ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. അങ്ങനെ ഒന്നും മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷെ UAPA നിയമം അത് ഉപയോഗിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, സത്യസന്ധരായ ആളുകൾ, ഇന്റഗ്രിറ്റിയുള്ള ഓഫീസർമാർ അത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളിടത്താണ് പ്രസംഗം നിൽക്കുന്നത്. ഇവിടെ ഇപ്പം VS അച്യുതാനന്ദൻ കേരള ഗവൺമെന്റിന്റെയും ആ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനത്തെ വിമർശിച്ചിരിക്കുകയാണ്. UAPA ചുമത്തി. ഞാൻ UAPA ചുമത്തിയത് കൊണ്ട് മാത്രം ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല. പക്ഷെ UAPA ചുമത്തിയാലും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പാലിക്കേണ്ട സാമാന്യമായ ചില നടപടിക്രമങ്ങളുണ്ട്. ഒന്ന്, ആ പ്രതിക്കെതിരായി ചുമത്തിയിരിക്കുന്ന ആ സെക്ഷൻ അത് ഏതാണെങ്കിലും, IPC ആണെങ്കിലും അത് ഏതെങ്കിലും സെൻട്രൽ ആക്ടിന്റെ ഭാഗമായി വരുന്ന UAPA പോലെയുള്ള ഒരുപക്ഷെ രാജ്യത്ത് ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ട നിയമങ്ങളാണെങ്കിലും ആ നിയമത്തിൽ ഉൾപ്പെടുന്ന ഇൻഗ്രീഡിയൻസ് ഈ പ്രതിയുടെ മേൽ ആരോപിക്കപ്പെടാൻ കഴിയുമോ എന്ന് ഒരു പ്രാഥമികമായ വിലയിരുത്തൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതുമായി മുമ്പോട്ട് പോകണം. നമുക്കിത് ദേശരക്ഷയുടെ കാര്യമൊക്കെ വളരെ 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 പരമപ്രധാനമായ ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നു, നിമിഷങ്ങൾക്കുള്ളിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നു, UAPA നിയമം പിൻവലിക്കുന്നു. ഇതിൽ സൗമ്യ വലിയ അസ്വാഭാവികതയുണ്ട്. ഒരു നിയമം ഒരു വ്യക്തിയുടെ മേൽ പ്രയോഗിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനുഷ്യാവകാശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കേണ്ട, പരിഗണിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ ഗൗരവതരമായ ചുമതലകൾ പോലീസിന്റെ ഭാഗത്തുണ്ട്. ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് അദ്ദേഹം തന്നെ ആഭ്യന്തരമന്ത്രിയായി പോലീസ് സംവിധാനം നിയന്ത്രിക്കുമ്പോൾ
പോലീസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യാപകമായ പരാതികളുണ്ടാകുന്നു. Yes, ഞാൻ വളരെ വേഗം ചർച്ചയിലേക്ക് എത്താം. UAPA പോലെയുള്ള നിയമങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി ശ്രദ്ധ ഉദ്യോഗസ്ഥർ വരുത്തേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ചോദ്യവുമായി ബന്ധപ്പെട്ട മറുപടിയിലേക്ക് ഏതായാലും വളരെ വേഗം എത്താം. ഒരു ഇടവേളയിലേക്ക് തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ഭാസേന്ദ്ര ബാബു, ഏതായാലും ഒന്ന് KVS പറയാതെ പറഞ്ഞതും ഒപ്പം ശ്രീ PS സലീം പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അല്ല, അതിനകത്ത് KVS പറഞ്ഞത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ദില്ലി പോയിട്ട് വന്ന ശേഷമാണ് ലോക്നാഥ് ബെഹ്റയെ DGP സ്ഥാനത്തേക്ക് പിണറായി വിജയൻ അവരോധിച്ചത് എന്നതാണ്. അതുകൊണ്ട് സലീം പറയുന്നത് മാതിരി ഒരു ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ പ്രധാനമന്ത്രിയുമായി നടത്തിയെന്നും പറയാനൊന്നും ആവുകയില്ല. അങ്ങനെ ഹരിദാസ് തന്നെ ആക്ഷേപിച്ചിട്ട് പോലുമില്ല. പിന്നെ മറ്റൊന്ന്, ലോക്നാഥ് ബെഹ്റയെ സംബന്ധിച്ച് അദ്ദേഹം റൈച്ചോസ് ആയ ഒരാളാണ്, അപ്രൈറ്റ് ആയ ഒരാളാണ്, നോൺ കറപ്റ്റായ ഒരാളാണ്. ആ അർത്ഥത്തിൽ പേരും പെരുമയും പ്രതിച്ഛായയുമൊക്കെ ഉള്ളൊരു പോലീസ് ഓഫീസറാണ്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ നിൽക്കുന്ന ഒരാളെ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ അനുമാനങ്ങൾ അത് അവരുടെ പ്രോറോഗേറ്റീവാണ്. അങ്ങനെ കൊണ്ടുവരാൻ പറ്റും ചീഫ് മിനിസ്റ്റർക്ക്. കൊണ്ടുവരുന്നതിൽ എന്ത് അപകടമുണ്ട് എന്നാണ് കാണിക്കേണ്ടത്. അതങ്ങനെ സംഭവിച്ചിട്ടുമില്ല. അതുകൊണ്ട് സലീം ആരോപിക്കുന്ന മാതിരിയൊന്നും കാര്യങ്ങളില്ല. അതിനുള്ള ഏറ്റവും നല്ല തെളിവ് ഞാൻ പറയാം. UAPA സംബന്ധിച്ച് ഇടതുപക്ഷ സർക്കാരിനൊരു നിലപാടുണ്ട്, ഇടതുപക്ഷത്തിനൊരു നിലപാടുണ്ട്. UAPA ആരോപിച്ചുകൂടാ ഈ തീവ്രവാദ സ്വഭാവത്തോടു കൂടിയ കേസുകളിലല്ലാതെ. അത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് തന്നെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തീവ്രവാദ കേസുകൾ സലീം നോക്കുന്നത് NIA ആണ്. NIA ആരോപിക്കുന്ന UAPA അല്ലാതെ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ UAPA അടിച്ചേൽപ്പിക്കരുത്. ഇത് നയപരമായൊരു സമീപനമാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം കഴിഞ്ഞ സർക്കാർ UDF സർക്കാർ ഇരിക്കുമ്പോൾ ഉള്ളൊരനുഭവമുണ്ട്. UAPA ചാർത്തിയിട്ടുള്ള ഒരു വക്കീൽ, പാലക്കാടുള്ള വക്കീലിൻ്റെ കേസ് വരുമ്പോഴൊക്കെ UAPA ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടില്ല. അതുകൊണ്ട് പൗരാവകാശ പ്രവർത്തകർ ഒപ്പം ഞാനും അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു BRP ഭാസ്കർ, അതുമാതിരി തന്നെ ഗ്രോ വാസു, അതുപോലെ തന്നെ നമ്മുടെ പത്രാധിപരായിരിക്കുന്ന ഹിന്ദുവിലെ പത്രാധിപരായിരിക്കുന്ന ഒരാൾ, ഇവരൊക്കെ കൂടി പോയിട്ട് ഇതേ സംബന്ധിച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ജാമ്യം കൊടുക്കാം, കൂടുതൽ അപകടകാരിയായി അയാൾ പോകരുത്, അതിനുള്ള ഉറപ്പ് നിങ്ങൾ വാക്കാലെങ്കിലും തന്നാൽ മതി. അങ്ങനെ ഉറപ്പ് കൊടുക്കുകയും ജാമ്യവാദം വന്നപ്പോൾ അതിനെ പ്രോസിക്യൂഷൻ എതിർക്കാതിരിക്കുകയും ജാമ്യം കിട്ടുകയും ചെയ്തു. ഇത് കോൺഗ്രസിൻ്റെ ഒരു നയമാണ്. എന്താണ് നയം? കാര്യങ്ങൾ ഇങ്ങനെ പ്രായോഗികമായി പരിഹരിക്കുക. ഇടതുപക്ഷത്തിൻ്റെ നയം അതല്ല. UAPA പാടില്ല എന്ന നയമാണ്. അത് തിയറട്ടിക്കലാണ്, പോളിസി ഹോൾഡിംഗ് ആയൊരു നയമാണ്. ആ നയമാണ് ഇന്ന് തന്നെ പ്രകാശ് കാരാട്ട് ദില്ലിയിൽ പറഞ്ഞത്. അത് തന്നെ S രാമേന്ദ്രൻപിള്ള പറഞ്ഞിരിക്കുന്നു. UAPA സാധ്യമല്ല. അത് നമ്മുടെ ഈ സഹകരണ സംഘത്തെ പരീക്ഷിക്കുന്ന പോലൊരു നിലപാടാണ്. പിന്നെ BJPക്ക് UAPA സാധ്യമാണ്. അതുകൊണ്ട് തന്നെ സലീമിന്റെ വാദമുഖം പൊളിഞ്ഞു പോകുന്നു. പക്ഷെ ഇവിടെ പറയുന്ന പോലെ തന്നെ പാർട്ടിക്കും സർക്കാരിനും അത് രണ്ട് നയമാണ് എന്ന് വരുത്താനുള്ള അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കാനുള്ള വായിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? ഒരു ഭാഗത്ത് VS കോടിയേരി അടക്കമുള്ള അതിനകത്ത് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പം UAPA നടപ്പാക്കില്ലെന്ന് തന്നെയാണല്ലോ അദ്ദേഹം പറയുന്നത്. അങ്ങനെ ചെയ്ത് തെറ്റായി പോയി എന്ന് പ്രകാശ് കാരാട്ടും പറയുന്നുണ്ടല്ലോ. എന്ന് പറയുമ്പോൾ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ടാണ് പാർട്ടിയുടെ തീരുമാനം സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കൂടി ചേർന്നെടുത്ത തീരുമാനമാണെന്നർത്ഥം. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം UAPA അനാവശ്യമായി ഇവോക്ക് ചെയ്ത DGPയോ അല്ലെങ്കിൽ SPയോ അവരൊക്കെ തെറ്റ് ചെയ്തു എന്ന് ഭംഗേന്ദ്രനെ സമ്മതിക്കുകയാണ്. പോലീസ് ഓഫീസേഴ്സിനെ ഭംഗേന്ദ്രനെ വിമർശിക്കുകയാണ്. അതുകൊണ്ട് അവർ ഇരിക്കേണ്ട ഇടത്ത് അവർ പിണറായി വിജയൻ ഇരുത്തുക തന്നെ ചെയ്യും സലീം. അക്കാര്യത്തിനകത്തൊന്നും സംശയം വേണ്ട. കാരണം ഒരു റിലേറ്റീവായ ഫ്രീഡം കൊടുക്കുമ്പോൾ പോലീസ് എങ്ങനെ തെറ്റ് ചെയ്യുന്നു എന്നതിന് തെളിവ് കൂടിയായ ഞാനിത് കാണുന്നത്. അതിന് ഏറ്റവും നല്ല തെളിവ് IFFKയിലുണ്ടായ സംഭവഗതികളാണ്. കഴിഞ്ഞ 21 വർഷമായി സിനിമ കാണുന്നതാണ്. ഞാൻ IFFK പോയി, അപ്പോൾ മാത്രമാണ് തിയേറ്ററിൽ പോയി ഞാൻ സിനിമ കാണുന്നത്. അങ്ങനെ കാണുന്ന സമയത്ത് ചെറിയ സംഭവഗതികളൊന്നും ഉണ്ടാകാത്ത സെൻസിബിലിറ്റിയുള്ളൊരു ജനതയാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ അപ്കമിങ് ആയിരിക്കുന്ന ഏറ്റവും സെൻസിബിൾ ക്രീമാണ് അവിടെ. 13,000 ആൾക്കാരാണ് വന്നു പോകുന്നത്. ഇപ്പോൾ 13,000 ആൾക്കാരായി ഡെലിഗേറ്റ്. അങ്ങനെ വരുമ്പം ദേശീയ ഗാനാലാപനത്തിൻ്റെ പ്രശ്നമുണ്ടായി. ദേശീയ ഗാനാലാപനത്തിൻ്റെ പ്രശ്നം അവിടെ ഉണ്ടായി. എണീറ്റ് നിൽക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം, എല്ലാ ഷോയ്ക്ക് മുന്നിലും വെക്കണമെന്ന് കോടതി പറയുന്നത് കോടതിക്ക് അക്കാര്യത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ പലപ്പോഴും കോടതി പല വിവരക്കേടുകളും പറഞ്ഞിട്ടുണ്ട്, നാം കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ വരുമ്പം അത് തന്നെ ഒരു കീഴ്ക്കോടതി, 2 അംഗങ്ങളുള്ളൊരു കോടതിയാണ്, സുപ്രീം കോടതിയാണെങ്കിലും
ഇനിയുമുണ്ട് ഫുൾ ബെഞ്ച്, പിന്നെ ഭരണഘടനാ ബെഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള ബെഞ്ചുകളുണ്ട്. അത് തന്നെ ഇടക്കാല ഉത്തരവാണ്, 14-ാം തീയതി റീഓപ്പൺ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതൊക്കെ സ്വാഭാവികതയിൽ സംയമനത്തോടെ പരിശോധിക്കാൻ പോലീസിന് കഴിയും, പരിഹരിക്കാനും കഴിയും. അതിനു പകരം ഒരു ചാനലിൻ്റെ ആൾക്കാർ വിളിച്ചു പറഞ്ഞുകൊണ്ടേ പോലീസുകാരിക്ക് ഒന്ന് പിടിക്കുക. ഇത് എവിടുത്തെ നീതി? അങ്ങനെ പിടിക്കുമ്പം നിങ്ങളിങ്ങനെ വലിയ വർത്താനം BJP-ക്കാർ പറയരുത്. ഈ ദേശീയ ഗാന ആലാപനത്തെക്കുറിച്ച് BJP-ക്ക് പറയാൻ അർഹതയില്ലെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ദേശീയ ഗാനാലാപനത്തിൻ്റെ കാര്യത്തിൽ ആ ഗാനത്തെ, ജനഗണമനയെ അംഗീകരിക്കാത്തവരാണ് യഥാർത്ഥ RSSകാർ. അതുമാത്രമല്ല 1924 മുതൽ ഈ മുളവടിയുമായി RSSകാർ നടക്കുന്നുണ്ടല്ലോ ഇന്ത്യയിൽ. അങ്ങനെ നടക്കുമ്പോൾ എഡ്ഗേവാറിൻ്റെ കാലം മുതൽ അങ്ങനെ നടക്കുമ്പോൾ അവരുടെ വേഷം തന്നെ നമുക്കറിയാം. ശരിക്കും ഗണവേഷം എന്നാണ് അവർ പറയുന്നത്. ആ വേഷം കാക്കി, പിന്നെ നിക്കറും വെള്ള ഷർട്ടുമാണ്. ആ കാലഘട്ടത്തിലാണ് 40കളിലൊക്കെ ശരിക്കും ഇവിടെ കൃത്യമായും ഗാന്ധിജിയുടെ ആഭിമുഖ്യത്തിൽ ചർക്കയും അതും ഖദറുമൊക്കെ വരുന്ന സമയത്താണ് കാക്കി ട്രൗസറിട്ട് ഇവർ നടക്കുന്നത്. അത്രയൊക്കെ സ്വാതന്ത്ര്യം സങ്കല്പം അവർക്കുണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് അവർക്ക് അധികാരം കിട്ടിയിരിക്കുന്നു. ഭാഗ്യമെന്നേ ഞാൻ പറയൂ. ഭാഗ്യക്കേടിലേക്ക് പോകുന്നുമുണ്ട് ഇപ്പം. അതും രാജ്യത്തിൻ്റെ ഭാഗ്യം. എങ്ങനെ ആയാലും ഒരു കാര്യം ഞാൻ പറയാം. അവിടെ അവരിങ്ങനെ സമീപനം സ്വീകരിച്ചപ്പോൾ കൃത്യമായ നിലപാടെടുത്തല്ലോ അതിൻ്റെ സംഘാടകർ. ഇനി പോലീസ് കയറിയാൽ ഇത് നിർത്തിവെക്കും, ചലച്ചിത്രമേള നിർത്തിവെക്കും. മേള വെച്ചാൽ അതൊരു ലോകോത്തര സംഭവമാകും. പിടിച്ചു നിൽക്കാൻ കഴിയില്ല മോഡിക്ക് പോലും. അതുകൊണ്ട് പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായില്ല. പിന്നെ പോലീസുകാരൻ കയറിയില്ല. അതാണ് അതിൻ്റെ റെസിസ്റ്റൻസ്. അത് ദേശഭക്തി ഗാനത്തെ മുൻനിർത്തി ദേശീയത പഠിപ്പിക്കാൻ ആരെങ്കിലും എന്താ പറയുക, ഒരു സെമി ആയിരിക്കുന്ന ഒരു ക്ഷാത്രശക്തി ഇറങ്ങി വന്നാൽ സമ്മതിച്ചു കൊടുക്കുന്ന സെൻസിബിലിറ്റി ഒന്നുമല്ല മലയാളിക്കുള്ളത്. ഇതുപോലൊരു സമ്മേളനം, ഒരു സംഘടന, ഒരു IFFK പോലൊരു സംഭവം രാജസ്ഥാനിലൊന്നും നടത്തി കാണിക്ക്. അവർ 15 വർഷമായിട്ട് ഭരിക്കുന്ന സംസ്ഥാനമല്ലേ. മധ്യപ്രദേശിൽ നിന്ന് നടത്തി കാണിക്ക്. അതിനൊക്കെ ഒരു സെൻസിബിലിറ്റി വേണം, സെൻസ് വേണം. അതൊന്നും ഇല്ലെങ്കിൽ നടക്കില്ല ഇതൊന്നും. ആ അർത്ഥത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന RSSകാരുടെ തെറ്റായ ഒരു പ്രവൃത്തിയായിട്ട് നമുക്കതിനെ ക്ഷമിക്കുക തന്നെ ചെയ്യാം. കുട്ടികൾ കാണിച്ച തെറ്റ് കാണിച്ച് ക്ഷമിക്കുമല്ലോ. അങ്ങനെ ഞാനത് വിടുന്നു. അവിടെയും പോലീസ് ഇടപെട്ടു. എന്തിനിടപെട്ടു? പോലീസ് ചാടിക്കറി എന്തിനു പോകുന്നു? മുഖ്യമന്ത്രി ചോദിച്ചൂടെ? അദ്ദേഹത്തിന് അറിയാമല്ലോ IFFKയുടെ മതിപ്പ്. ആ അർത്ഥത്തിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. ആ യോഗ്യതയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ബെഹ്റയടക്കം, ക്ഷമിക്കുക ഹരിദാസ്, ബെഹ്റയടക്കം എടുത്തിരുന്ന നിലപാട് ഒരുപക്ഷെ സങ്കുചിത വീക്ഷണങ്ങൾ നിറഞ്ഞതാണ്. ആ നിലപാട് സംഘപരിവാർ നിലപാടൊന്നും ഞാൻ ആക്ഷേപിക്കുന്നില്ല. മറിച്ച് അത്തരം നിലപാട് വന്നാൽ അതിനെ നിലയ്ക്ക് നിർത്താൻ അറിയുന്ന നേതാവാണ് താങ്കൾ കൂടി ഹരിദാസ് അംഗീകരിക്കുന്ന പിണറായി വിജയൻ. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ ഇവിടെ ശ്രീ ഭാസ്കരേന്ദ്രബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ DGP അടക്കം നിയന്ത്രിക്കപ്പെടേണ്ട ഒരു ഘട്ടത്തിൽ ആണ് എന്ന സൂചനകൾ വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ ഈ പോലീസ് നയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്രതിച്ഛായ മാറ്റം, പോലീസിന്റെ പ്രതിച്ഛായ മാറ്റവുമായി ഒക്കെ ബന്ധപ്പെട്ട് വരും ഭാവിയിൽ ദൂഷ്യം ചെയ്യും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുമോ? അങ്ങനെ പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല സൗമ്യ. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്നത് പോലീസ് സംവിധാനത്തെക്കുറിച്ചാണ്. ഈ പോലീസ് സംവിധാനം എന്ന് പറയുന്നതിന് ഒരു ധാർമ്മികമായിട്ടുള്ളൊരു അടിത്തറ കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹമാണ്. പോലീസ് സംവിധാനം എന്ന് പറയുന്ന ആ സിസ്റ്റം തകർന്നാൽ നമ്മൾ ഇന്ന് രാത്രിയിൽ മനസ്സമാനത്തോടെ കിടന്നുറങ്ങുന്നത് ആ സംവിധാനം ഊർജിതത്തോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടാണ്. ഒരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ ഗവൺമെൻറ് അവസാന നാളിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടാണ് ജിഷ വധക്കേസ്. കഴിഞ്ഞ സർക്കാരിൻ്റെ പിടിപ്പുകേടെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ആ അന്നത്തെ പോലീസ് മേധാവികൾ, ആ കേസ് അന്വേഷിച്ച പോലീസ് മേധാവികൾ അതിൻ്റെ തെളിവുകളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും കേരളത്തിലെ ജനങ്ങളെ, അതായത് 3.25 കോടി വരുന്ന ജനങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ആ കൊലപാതകം മാറിയപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ഭരണത്തിലേറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കൊലപാതക കേസ് ഇപ്പോഴത്തെ DGP ലോക്നാഥ് ബെഹ്റയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ ഉത്തരേന്ത്യയിൽ അദ്ദേഹത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ പോയി അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അതൊരു കാര്യം. അപ്പോൾ നേരത്തെ KV ഹരിദാസ് സാർ ഇവിടെ പോലീസിനെ വാനോളം പൂഴ്ത്തിക്കൊണ്ട് തന്നെ ഒരു വിധത്തിൽ അദ്ദേഹം ചർച്ചകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തെളിച്ചത്, ഞാനതിൽ അദ്ദേഹത്തിന് ഒരു പരിധിവരെ ഹരിദാസ് സാറിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഹരിദാസ് സാറിനെ സംബന്ധിച്ചുള്ള അതിനകത്ത് മധുരത്തിൽ ഒരല്പം കയ്പ് പൊതിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ കൈപ്പേൽ പിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട PS സലീം ലോക്നാഥ് ബെഹ്റയെ പോലെയുള്ള തൻ്റെ കഴിവ് ആഗോളതലത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ലോക്നാഥ് ബെഹ്റ. അത് സലീം ഒന്ന് മനസ്സിലാക്കണം. ബോംബെ നടന്ന ഏറ്റവും വലിയ ബോംബെ സ്ഫോടനത്തിന്റെ പ്രതിയായ ഡേവിഡ് കോട്ട്മാൻ ഹെഡ്ലിയെ ഷിക്കാഗോയിൽ പോയി ചോദ്യം ചെയ്ത ഇന്ത്യയിലെ ഏക ഉദ്യോഗസ്ഥനാണ്. ആ കേസിന്റെ നിർണായകമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഉദ്യോഗസ്ഥനാണ് ലോക്നാഥ് ബെഹ്റ. അപ്പൊ നമ്മുടെ DGPനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ
സാറ് അപ്പോയിന്റ് ചെയ്തപ്പോൾ അത് ചുമ്മാ BJPയുടെ അഡ്രസ്സിലോ അല്ലെ BJPയുടെ ലെവലിലോ അവരുടെ ഒരു പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം പിന്നെ അപ്പോയിന്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞത്. എൻ്റെ ബഹുമാനപ്പെട്ട PS സലീം, അതൊക്കെ കേരള ജനത പിണറായി വിജയൻ സാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ്. അത് താങ്കൾ മനസ്സിലാക്കണം. അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്തൊന്നും വിലപ്പോകത്തില്ല. അങ്ങനെയുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ പറയുമ്പോൾ നമ്മൾ കേരളത്തിലെ ജനങ്ങളോടാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അത് ഒരിക്കലും വിലപ്പോകത്തില്ല. രണ്ടാമത്തെ വസ്തുത, കേരളത്തിൽ ഇനി അങ്ങോട്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്ന് ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് സൗമ്യയുടെ ചോദ്യത്തിൻ്റെ ആകത്തുക. ഒരു കാരണവശാലും അത് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം കേരളം ഭരിക്കുന്ന ആർജവമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. കേരളത്തിൻ്റെ ക്രമസമാധാന നിലയിൽ ഇന്ന് ഈ ചർച്ചയിലിരിക്കുന്ന PS സലീമോ അല്ലെങ്കിൽ KV സരിദാസ് സാറോ കാര്യമായൊരു ആരോപണം ഇവിടെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് UAPA പോലെയുള്ള ഒരു നിയമത്തിനെതിരെയുള്ള പിന്നെ നമ്മുടെ വാദഗതിയും നദീറിനെ പോലുള്ളൊരു പിന്നെ ചെറുപ്പക്കാരനെ പിന്നെ അറസ്റ്റ് ചെയ്ത കാര്യത്തിലൊക്കെ വെച്ചുകൊണ്ട് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം തന്നെ അവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ഭരിക്കുന്നതുകൊണ്ടാണ്. മറ്റേതെങ്കിലും ഒരു കക്ഷിയായിരുന്നുവെങ്കിൽ, വലതുപക്ഷ മുന്നണി ആയിരുന്നുവെങ്കിൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ലോക്കപ്പ് മർദ്ദനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കൊലപാതകത്തെക്കുറിച്ചൊക്കെ ആയിരുന്നേനെ. അപ്പോൾ അതുകൊണ്ട് PS സലീമിൻ്റെ പിന്നെ ഇപ്പോൾ പിന്നെ അടുപ്പിൽ വെച്ചിരിക്കുന്ന വെള്ളം വാങ്ങി വെക്കുക. അതൊന്നും ഒരിക്കലും BJPയുടെ നോമിനിയായിട്ട് പിന്നെ കേരളത്തിലെ DGPനെ മുഖ്യമന്ത്രി അപ്പോയിന്റ് ചെയ്തുവെന്നും അത് ഈ ചർച്ചയുടെ ആകത്തുകയെ വഴിതിരിക്കാനായിട്ട് PS സലീം ശ്രമിക്കുന്നത് ഒരു കാരണവശാലും വിലപ്പോകത്തില്ല. എനിക്കതാണ് ഇപ്പോൾ പറയാനുള്ളത്. ശ്രീ KV താങ്കളുടെ മറുപടിയിലേക്ക്. സൗമ്യ, ഇതിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിനെ കുറിച്ചാണ്. അതിനിടയ്ക്ക് ദൗർഭാഗ്യവശാൽ സുരേന്ദ്ര ബാബു RSSനെയും ഹെഡ്ഗവാറിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് വന്നത് വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നണേ. അല്ല, അത് സാറ് പറഞ്ഞതിൻ്റെ ബാക്കി. ഇപ്പോൾ നിലമ്പൂരെ മാവോയിസ്റ്റ് നടപടിയെ വിമർശിക്കുന്ന സുരേന്ദ്ര ബാബുവിനെ പോലുള്ള ഒരാൾ മാവോയിസ്റ്റ് നടപടിയെ ന്യായീകരിക്കും അല്ലെങ്കിൽ മാവോയിസ്റ്റ് സമീപനത്തെ ന്യായീകരിക്കുന്ന ഒരാൾ RSSനെ വിമർശിക്കുന്നതിൽ അതിശയമൊന്നുമില്ല. പക്ഷേ RSS സ്വാതന്ത്ര്യ സമരത്തോട് ചേർന്ന് വളർന്ന പ്രസ്ഥാനമാണ്. ആ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമായിട്ട് അത് മാറി. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് RSSൻ്റെ വക്താക്കളാണ്. RSSൻ്റെ പ്രചാരകനായിരുന്ന നരേന്ദ്രമോദിയെ പോലുള്ളവരാ. അതിലൊന്നും ആർക്കും ഒരു കുറ്റബോധമൊന്നുമില്ല ആർക്കും. അത് ജനങ്ങൾ അംഗീകരിച്ചിട്ട് തന്നെയാണ്. വേറൊന്ന്, നേരത്തെ സൂചിപ്പിച്ചത് ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദയാണ് സുരേന്ദ്ര ബാബു. നമ്മൾ എവിടെയായാലും ഒരു പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് നമ്മൾ മുണ്ടയച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കും. അത് നമ്മുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടാണ് വിളക്ക് കൊളുത്തുക. അതൊരു പ്രാർത്ഥനയുടെ ഭാഗമാണ്. അതിനെ കുറച്ച് കാണേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം ഈ കാര്യത്തിൽ എനിക്ക് അതിനകത്ത് വളരെ വളരെ AK ബാലൻ പറഞ്ഞല്ലോ, ആ കാര്യത്തിൽ എന്താ പറയുക, ജനഗണമന പാടുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല്ലെങ്കിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞില്ലേ സാംസ്കാരിക വകുപ്പ് മന്ത്രി. അതുപോലെ തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരു സിനിമാ തിയേറ്ററിലേക്ക് പോകണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള സമീപനം CPM എടുക്കുന്നുണ്ട്, ഗവൺമെൻറ്റിനും എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അവിടെ നടപടിക്ക് തയ്യാറായത്. സുപ്രീം കോടതി വിധിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേശീയ ഗാനം സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരു സംവിധാനമുണ്ട്, ഒരു നിയമമുണ്ട്. ദേശീയ ഗാനത്തെയും ദേശീയ പതാകയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. ആ ബഹുമാനിക്കില്ലെങ്കിൽ അത് കുറ്റമാണ്, കുറ്റകൃത്യമാണ്. നടപടി എടുക്കാൻ പോലീസിന് അധികാരമുണ്ട്. പോലീസ് ചെയ്തേ പറ്റുള്ളൂ. അത് ഒരു ചാനലുകാരൻ പറഞ്ഞിട്ടൊന്നുമല്ല. ആര് പറഞ്ഞാലും ആര് കണ്ടാലും അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഒരാൾ ഒരു ക്രൈം നടത്തിയാൽ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യണത് കണ്ടാൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചില്ലെങ്കിൽ കുറ്റമാണ്. അതേ ഉള്ളൂ. അത് നമ്മൾ കാണാതെ പോകരുത്. അല്ലാതെ ദേശീയ ഗാനത്തിന്റെ പേരിലൊന്നും പലപ്പോഴും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹത്തിന്റെ മറുപടിയിലേക്ക് വരാം. അടിച്ചേൽപ്പിച്ചിട്ടില്ല. അല്ല ഹരിദാസ്, IFFK-യുമായി ബന്ധിപ്പിച്ച് താങ്കൾ സൂചിപ്പിച്ചതുകൊണ്ടും ഞാനത് പൂർണ്ണമായി പങ്കെടുത്തിട്ടുള്ള ആളായതുകൊണ്ടും ചില തെറ്റിദ്ധാരണകൾ അങ്ങേക്കുണ്ട്. കാരണം അത് ദേശഭക്തി ഗാനത്തോടുള്ളൊരു എന്താ പറയുക വിപ്രതിപത്തിയോ എതിരോ ഒന്നുമല്ല അവിടെ പ്രകാശിപ്പിക്കപ്പെടുന്നത്. മറിച്ച് ഒരു തിയേറ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞ 1500 പേർക്ക് നിൽക്കാവുന്ന പരമാവധി എത്താവുന്ന തിയേറ്ററിൽ 2500 ആൾക്കാരൊക്കെ സിനിമ കാണാൻ കയറിയാൽ ചില പ്രത്യേക ഷോയ്ക്ക് അത് സംഭവിക്കാറുണ്ട്. ആളുകൾ നിലത്തിരുന്നാണ് സിനിമ കാണുന്നത്. കാസർഗോഡ് മുതൽ വരുന്ന ആൾക്കാരാണ്. അവർക്ക് സിനിമ അച്ചടക്കത്തോടെ ഇരുന്ന് കാണാൻ അറിയുന്ന ആൾക്കാരാണ്.
അങ്ങനെ ഇരുന്ന് കാണുന്ന ആൾക്കാർ ഈ ദേശഭക്തി ഗാനത്തിന് സ്ഥാനത്ത് അവർക്ക് എണീക്കാൻ പ്രായോഗികമായിട്ട് കഴിയില്ല. പലപ്പോഴും എണീറ്റിട്ട് ഇരിക്കാൻ കഴിയാത്ത വണ്ണം ത്രോങ്ങടാവും ആളുകൾ. അത്തരം സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാവും. ശരിയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കളോട് ആരാണ് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ദേശഭക്തി ഗാനം ആലപിക്കുന്ന സമയത്ത് എണീറ്റ് നിൽക്കണമെന്ന്? നമ്മുടെ പ്രാർത്ഥനാ ഗാനമല്ലത്, ഒരു ദേശത്തിൻ്റെ ഭക്തിഗാനമാണ്. ആ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് എണീറ്റ് നിൽക്കുന്നത് ബഹുമാനം രേഖപ്പെടുത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഇരുന്നും ബഹുമാനം കാണിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് സത്യം. അങ്ങനെ വരുമ്പം താങ്കളങ്ങ് പറഞ്ഞാൽ പോരല്ലോ. അത് താങ്കളെ സംബന്ധിച്ച് ഒരു തെറ്റായ അഭിപ്രായമൊന്നും എനിക്കില്ല. മറിച്ച് ജനഗണമന തന്നെ RSSകാർ ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കുന്നുമില്ല. അത് പോട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. താങ്കൾ തന്നെ പറഞ്ഞല്ലോ അനാവശ്യമായി പോകണ്ട, അത് ഞാൻ മാനിച്ചുകൊണ്ട് പോകുന്നില്ല. അങ്ങനെ വരുമ്പം താങ്കൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. താങ്കൾ അവിടെ വന്നെങ്കിൽ എൻ്റെ അഭിപ്രായം താങ്കൾ പറയുമായിരുന്നേനെ. എന്താണ് ഓരോ ഷോയ്ക്കും വെക്കുകയാണ്. വിളപ്പിൽശാലയിലെ മാലിന്യം നീക്കുന്ന കാര്യത്തിനകത്ത് അവിടെ കൊണ്ട് വീണ്ടും വീണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. വിളപ്പിൽശാലക്കാർ ഒന്നിച്ചു നിന്നപ്പോൾ 3 തവണ പോയിട്ട് നടന്നില്ലല്ലോ. എന്നാൽ മുഴുവൻ താങ്കൾ ബോധമനുസരിച്ചാണെങ്കിൽ അവിടെയുള്ള മുഴുവൻ വാസികൾക്കും എതിരെ ദേശദ്രോഹം വെച്ച് UAP വെച്ച് കേസെടുക്കണം. നടക്കാത്ത കാര്യമാണ് സാർ. അങ്ങനെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക ബഹുമതിയോടെ ഒരു ഡിക്കോറത്തിൽ പ്രോട്ടോടൈപ്പിനകത്ത് നിന്ന് ആലപിക്കുന്ന ഗാനമാണ് ദേശീയ ഗാനം. ഇല്ലെങ്കിൽ ടാഗോർ എഴുതിയൊരു കവിത മാത്രമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആലപിക്കുന്നതിന് പകരം, അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിന് പകരം, എല്ലാ കാര്യത്തെക്കുറിച്ച് കുറച്ച് വ്യക്തമായി ചിന്തിക്കുന്ന ആളാണല്ലോ താങ്കൾ. IFFKയിൽ ഒരു ദിവസം താങ്കൾ വന്നാൽ അറിഞ്ഞേനെ കുമ്മനം രാജശേഖരത്തിനായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു സെൻസിബിലിറ്റിയുള്ള നേതാവല്ല. ശരിയാണ്, താങ്കൾ അങ്ങനെയല്ലല്ലോ. അതനുസരിച്ച് താങ്കൾക്കൊന്ന് വരാമായിരുന്നല്ലോ. അപ്പം അവിടെ ഇത്ര മനോഹരമായി ഒരു പ്രശ്നവുമില്ലാതെ ആ 13,000 ആൾക്കാരുടെ സിനിമ കാണുന്ന രീതിയിൽ അവരാരും നിയമം ലംഘിക്കുന്നവരല്ല. നിയമം ലംഘിച്ചുകൊണ്ട് സിനിമ കാണാൻ കഴിയില്ല സാർ. ഏതായാലും അതിൽ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. ശ്രീ PS സലീം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പെട്ടെന്ന് സൗമ്യ, ഇതൊന്നും പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ് ഉണ്ട്. സിനിമാ തിയേറ്ററിൽ ദേശീയ ഗാനം പാടണം, അത് പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളത്. അത് പാലിക്കാൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. അത് പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാൽ നടപടിയെടുക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും പോലീസിനുണ്ട്. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് നാളെയും നടക്കണം. കാരണം ആ കാര്യത്തിൽ കേരള പോലീസ് എടുത്തിട്ടുള്ള നിലപാട് ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. CPM പോലും, കോടിയേരി ബാലകൃഷ്ണൻ പോലും അതിനെ ന്യായീകരിച്ചു. കാരണം കോടതി വിധി അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് ഭാസുരേന്ദ്ര ബാബുവിനെ കാരണം ഒരു മിനിറ്റ് താഴെ വേണ്ടു ദേശീയഗാനം പാടുന്നതിന്. ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവൻ ഈ പരിപാടിക്ക് വരരുത്. നമ്മുടെ വിഷയം മറ്റേതായതുകൊണ്ടാണ്. അല്ല, അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി അതേ സംബന്ധിച്ചുള്ള ധാരണ വൈകല്യമാണ്. ഓരോ തവണയും പാടുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. അത് ബുദ്ധിമുട്ടുകൾ എന്ന നിലയ്ക്ക് സാധാരണ അതുകൊണ്ട് പിറ്റേ ദിവസം പോലീസുകാർ വന്നില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയവരുടെ കേസെടുത്തിട്ടില്ല. കേസെടുക്കാൻ കഴിയില്ല മിസ്റ്റർ ഹരിദാസ്. അത് താങ്കൾക്കറിയാമോ? ഇതിനെ എങ്ങനെയാണെന്നറിയാമോ? ശരിക്കും ദേശഭക്തി ഗാനം നടത്തുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അലങ്കോലപ്പെടുത്താൻ ഒരാൾ ശ്രമിച്ചാലേ കേസെടുക്കാൻ പറ്റൂ. അതിവിടെ നടന്നിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതേ സംബന്ധിച്ച് പൂർണ്ണ ധാരണയോടെ അല്ല KVS ഹരിദാസ് പറയുന്നത് എന്ന് എനിക്ക് ഖേദപൂർവ്വം പറയേണ്ടി വരും. എത്തേണ്ടതുണ്ട്. ശ്രീ PS സലീം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചുള്ളത്, നേരത്തെ ശ്രീ റജി ലൂക്കോസ് അടക്കം സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയുടെ വിഷയം ഒരു താങ്കൾ പറഞ്ഞത് KVSന്റെ വാക്കുകളുടെ ചുവട് പിടിച്ചായിരുന്നു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ ദിവസങ്ങളിലെല്ലാം ക്രമസമാധാന പാലനം എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് സർക്കാർ ആദ്യം വന്നപ്പോൾ സർക്കാരിന്റെ മുൻപിൽ ഉണ്ടായിരുന്നത് ജിഷ വിഷയമായിരുന്നു. അതിലെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം. പിന്നീട് ഇങ്ങോട്ട് മറ്റെന്തെങ്കിലും കുറ്റങ്ങൾ എടുത്തു പറയാൻ പോലീസിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടോ എന്നതുകൂടി പരിശോധിച്ച് വേണം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വലിയ ആരോപണം ഉന്നയിക്കാൻ. ശ്രീ PS സലീം. അല്ല സൗമ്യ, ഒന്ന് റെജി വളരെ പ്രൊവോക്ഡ് ആയി. ഞാൻ പറഞ്ഞത് ലോക്നാഥ് ബെഹ്റയുടെ വരവ് ഒരു നാച്ചുറൽ എൻട്രി ആയിരുന്നില്ല. സ്വാഭാവികമായും അന്ന് അത് സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ KVS അദ്ദേഹത്തിന്റെ മനസ്സിൽ കള്ളമില്ലാത്തത് കൊണ്ട് സംഘപരിവാറുമായി അതേക്കുറിച്ച് ആധികാരികമായി അല്ല ഞാൻ പറയാം. ഇല്ല അല്ല ഒന്നല്ല നമുക്കറിയാലോ KVS വളരെ സൗമ്യനും സാത്വികനുമായ അദ്ദേഹം തീർച്ചയായിട്ടും വാക്കുകൾ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഇത് ഞങ്ങൾക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. TP സെൻകുമാറിനെ മാറ്റി ലോക്നാഥ് ബെഹ്റ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള DGP ആയി വന്നത്
അതൊരു എക്സ്പെക്റ്റഡ് അപ്പോയിൻമെന്റ് ആയിരുന്നില്ല. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള സാഹചര്യം ഇവിടെ KVS സൂചിപ്പിച്ചു. ഞാൻ ഇനി അത് മുന്നോട്ട് കൊണ്ട് റജി അത് വല്ലാതെ പ്രകോപിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ വളരെ അതിൽ നിന്ന് അല്ല സലീമെ, ഞാൻ പ്രകോപിപ്പിച്ചല്ല. ഈ അപ്പോയിന്റ്മെന്റിന്റെ പിന്നിൽ സലീമിന്റെ കൈയുണ്ടോ? സലീം അറിഞ്ഞിട്ടുണ്ടോ ഇത് BJP-യുടെ നോമിനിയാണെന്നുള്ളത്? തെളിവ് ഹാജരാക്കേ. ഇത് കുറെ നാളായിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നതാണ്, BJP-യുടെ കേന്ദ്രം പറഞ്ഞിട്ടാണ് കേരളത്തിലെ DGP. കേരളത്തിൽ ആരെ DGP ആയിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്യണമെന്നുള്ള അതിനുള്ള വിവരവും അതിനുള്ള വിവേകവും ഉള്ളൊരു ഭരണമാണ് കേരളത്തിലുള്ളത്. സലീം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതിനെ കൗതുകമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അല്ല രജി ക്ഷമയോടെ കേൾക്ക്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ DGP-മാരെയും ചീഫ് സെക്രട്ടറിമാരെയും വെച്ച് ഡൽഹിയിൽ പോയി സോണിയാഗാന്ധിയോട് ചോദിച്ചിട്ടല്ല, അത് കേരളത്തിൽ തീരുമാനിച്ച കാര്യമാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇവിടെ കേരളത്തിൽ ലോക്നാഥ് ബെഹ്റയെ DGP-ആയി വെച്ചത് എന്ന് പറഞ്ഞത് ഞാനല്ല, എന്ന് ഹരിദാസ് പറഞ്ഞിട്ടില്ല. നമ്മൾ ഒന്നിച്ച് കേട്ടതല്ലേ ഈ ചർച്ചയിൽ അദ്ദേഹം ആരോടേ പറഞ്ഞിട്ടില്ല. സലീം വെറുതെ എടുത്തിട്ട് പറയാ സലീമേ, ഇതൊക്കെ ജനം കേട്ടോണ്ടിരിക്കുക. രണ്ടാമത് KVS പറഞ്ഞു. രണ്ടാമത്തെ KVS സാറ് പറയട്ടെ, അവരുടെ നോമിനിയാണെന്നുള്ളത്. പൊതുവെ കള്ളം പറയാത്ത ഒരാളെ KVS സാർ, എനിക്ക് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം പറയട്ടെ. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അത് ഉൾക്കൊള്ളേ. രജി, അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ പച്ചക്കള്ളം ഉൾക്കൊള്ളുന്നതോ? അത് എന്തൊരു ന്യായമോ സലീമേ? പറഞ്ഞു, ഞാൻ ഉൾക്കൊള്ളുന്നു. സലീമിന് ഈ ഗവൺമെന്റിനെ കുറിച്ച് പോലീസിനെ കുറിച്ച് എന്തൊരു ആരോപണം പറയൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ചോദ്യം രജി, നമ്മൾ ആര് എത്രയെന്ന് ചോദിക്കും, പയറഞ്ഞാഴിന്ന് പറയാതെ വളരെ വ്യക്തമായ ഭാഷ തന്നെയാ. പറയൂ, ഒരു പരാതി പറയൂ സലീം. മുമ്പോട്ട് പോകണ്ട. രജി ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ തിരിച്ചു നോക്കട്ടെ. ജിഷ വധക്കേസിലെ പ്രതിയെ പിടിച്ചത് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് രജി ഇപ്പം ആകാശത്തോളം പുകഴ്ത്തുന്ന ലോക്നാഥ് ബെഹ്റ DGP ആയതിനു ശേഷമാണെന്ന് രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ അന്നത്തെ പോലീസ് കണ്ടെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് പ്രതിയുടെ ചെരുപ്പിൽ നിന്നാണ് അന്വേഷണം മുമ്പോട്ട് പോകുന്നത്. പിന്നീട് വന്ന അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോയതും അതിൽ തന്നെയാണ്. പ്രതിയിൽ എത്തിയത് എങ്ങനെയാണ്? അതല്ലാതെ പ്രതിയുടെ പടമൊന്നും വരച്ചു വെച്ചിട്ടല്ലല്ലോ ഇവിടെ ആരും വന്നത്. അത് കൃത്യമായി അന്വേഷിച്ച ഇത് നമ്മൾ ഇത്രയും ഷാബിയായ കാര്യങ്ങളെ കുറിച്ച് ഒരു കൊലപാതക കേസിൽ ഇതൊക്കെ പോലീസ് എന്നിനും ഒരു മുഖം തന്നെയാണ്. പോലീസിനെ അനാവശ്യമായി നിയന്ത്രിക്കുന്നില്ലെങ്കിൽ, പോലീസിന് അമിതമായി സ്വാതന്ത്ര്യം നൽകുന്നില്ലെങ്കിൽ, കേരള പോലീസിൽ വളരെ എഫിഷ്യൻ്റായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരവരുടെ ചുമതല നിർവഹിക്കും. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇപ്പൊ രജി എന്നെ വെല്ലുവിളിച്ചല്ലോ ആരോപണം ഉന്നയിക്കാൻ. ഞങ്ങൾ എന്തിനാണ് ആരോപണം ഉന്നയിക്കുന്നത്? ഇവിടെ പിണറായി വിജയന്റെ ഗവൺമെന്റിനും പിണറായി വിജയന്റെ പോലീസിനെതിരായി മുൻ മുഖ്യമന്ത്രി സഖാവ് VS അച്യുതാനന്ദന് ഒരു റിസർവേഷൻ ഉണ്ടെങ്കിൽ അതൊരു ചെറിയ സംഭവമാണോ? കോടിയേരി ബാലകൃഷ്ണന് ഇവിടെ ഇവിടെ ഫാസിലേന്ദ്രബാബു ചൂണ്ടിക്കാണിച്ചല്ലോ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി കേരള പോലീസിനെ തിരുത്താൻ തീരുമാനിച്ചെങ്കിൽ അവിടെ ഭരണപരമായ പരാജയമില്ലേ? നമ്മൾ ആലോചിക്കുന്നല്ലേ പിണറായി വിജയൻ നിങ്ങൾ വന്ന മുഖ്യമന്ത്രിയാണെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമായിരുന്നോ? അല്ല, ആർജവത്വം അതല്ല. ആർജവത്വം തെറ്റുകളില്ലാതെ മുന്നോട്ട് പോകാൻ ഈ പോലീസ് സംവിധാനത്തെ എഫക്റ്റീവായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം നിലവിലുണ്ടെങ്കിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് പോലീസിന്റെ ദൈനംദിന പ്രവർത്തനത്തിൽ ഇടപെടേണ്ടി വരുന്ന സാഹചര്യം ഇടവേളയിലേക്ക് പോയ ശേഷം അതിന്റെ മറുപടിയിലേക്ക് തിരികെ എത്താം. ഇടവേള. ഏതായാലും ശ്രീ PS സലീം പറഞ്ഞ കാര്യങ്ങളുടെ മറുപടിയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ റജി, അതായത് ബഹുമാനപ്പെട്ട സലീമിലൂടെ കാര്യമായ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ സലീം പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം സലീം പറഞ്ഞിരിക്കുന്നത് KVS ഹരിദാസ് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചും സാർ പറഞ്ഞതിനെക്കുറിച്ചും പിന്നെ നമ്മുടെ ഫാസിൽ സാർ പറഞ്ഞതിനെക്കുറിച്ചുമാണ്. അതൊന്നും ഒരു റിലവൻസ് ആയ കാര്യങ്ങളൊന്നും. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് പിന്നെ സലീമെ. അതായത് നിങ്ങൾ ഏതാണ്ട് 22 പ്രാവശ്യമെല്ലാം വട്ടുതട്ടി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള അഴിമതികളെക്കുറിച്ചും അവിടുത്തെ കേസുകളെയും പൊടി തട്ടി വരുമ്പോഴത്തെ ആ ഉദ്യോഗസ്ഥരെ വേറെ ഇതിലേക്ക് മാറ്റി അങ്ങനെ നിങ്ങളൊരു കസേരകൾ നടത്തിയ ആളാണ് ജേക്കബ് തോമസ് IPS. അദ്ദേഹത്തിന് ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ നിങ്ങൾ പോലും ഞെട്ടിപ്പോയി. കേരളത്തിലെ ജനങ്ങൾക്ക് അതിന് ഞെട്ടലൊന്നുമില്ലായിരുന്നു. കാരണം ഈ ഗവൺമെന്റിൽ നിന്ന് ഒരു പ്രതീക്ഷ തന്നെയാണ്. അദ്ദേഹത്തിനെ വിജിലൻസിന്റെ ഡയറക്ടറായിട്ട് വെച്ചപ്പോൾ നിങ്ങളാണ് ആദ്യം ഭയന്നു പോയത്. എന്തിനറിയോ? നിങ്ങളുടെ പോക്കറ്റുകളിലേക്ക് അദ്ദേഹം കൈ നീട്ടുമെന്നൊരു ഭയം വന്നു. ഇന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് മറുപടി പറയാനുണ്ട്? അപ്പോൾ കേരള പോലീസിലെ അഴിമതിരഹിതനായ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പിന്നെ കേരള പോലീസിലെ ഏറ്റവും ഉന്നത രീതിയിലുള്ള നീതിമാനായ പോലീസ് ഉദ്യോഗസ്ഥൻ ആ വിജിലൻസിന്റെ തലപ്പത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ മാനസിക വിഷമത്തിൽ നിന്ന് വന്നിരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് നിങ്ങളെ ഇപ്പോൾ ഹാലെടുക്കുന്നത്. നിങ്ങൾ അതിന് മറുപടി പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ
സംവിധാനത്തെക്കുറിച്ച് അഭിമാനത്തോടെ പറയാം. അത് നിങ്ങളുടെ ഭരണത്തിലായാലും ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിലായാലും പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ പുഴുക്കുത്തുകളൊക്കെ ഉണ്ട്, അത് നമ്മൾ നിഷേധിക്കുന്നില്ല. അത്തരക്കാരെയൊക്കെ ഈ ഗവൺമെൻറ് നേരിട്ടോളും, അവരെയൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും. പക്ഷേ കേരള പോലീസിൻ്റെ അഭിമാനത്തെയും അവരുടെ മൊറേലിനെയും അവരുടെ ആത്മവിശ്വാസത്തിനെ തകർക്കുന്ന രീതിയിൽ നമ്മൾ ചർച്ചയിലേക്ക് പോകരുത്. അത് നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്തെ ബാധിക്കും. കേരളത്തിലെ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാർ മാതൃകാപരമാണ്. ഞാനൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. പല സമയത്തും അവരുടെ സുരക്ഷാബോധം ഞങ്ങളെയൊക്കെ പല അപകടത്തിൽ നിന്നും നമ്മുടെയൊക്കെ സേഫ്റ്റിക്ക് പോലും അത് കാരണമാകുന്നുണ്ട്. അവരുടെ നോട്ടത്തിലൂടെയുള്ള കേരളത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ അവരുടെ ധാർമ്മികതയെ സപ്പോർട്ട് ചെയ്യണം, പിന്തുണയ്ക്കണം. ആ കാര്യത്തിൽ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇച്ഛാശക്തിയുണ്ട്. കേരളത്തിലെ എൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പോലീസ് സംവിധാനത്തിൽ അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്ന പല നടപടികളും ജനോപകാരപ്രദമാണ്, ജനകീയമാണ്. പിന്നെ താങ്കൾ ഉന്നയിക്കാത്ത ഒരു കാര്യം ഞാനങ്ങോട്ട് പറയാം. ഭരണം മാറിയത് തിരിച്ചറിയാതെ കൊണ്ട് അല്പസ്വല്പം ഒന്ന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന്, ചില കോൺഗ്രസ് മൈൻഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഈ ഗവൺമെൻറ് ഇമേജിനെ തകർക്കാൻ എന്തെങ്കിലും പരിപാടികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വിലപ്പോകത്തില്ല. അത്തരം ഉദ്യോഗസ്ഥന്മാർ തിരുത്താൻ ശ്രമിക്കുക. അതിനെ അല്ലെങ്കിൽ ഗവൺമെൻറ് തിരുത്തിക്കും. പക്ഷേ പൊതുവേ നമ്മുടെ പോലീസ് വളരെ ഡൈനാമിക്കാണ്, മനുഷ്യ സ്നേഹികളാണ്, ക്രമസമാധാനം പാലിക്കുന്നതിൽ രാജ്യത്തിന് മാതൃകയാണ്. അതുകൊണ്ട് അവരുടെ ധാർമ്മികതയെ നമ്മൾ തകർക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഒരു സുപ്രധാനമായ ഒരു വിഷയമുണ്ട്. ഇന്നലത്തെ VS-ന്റെ പ്രസ്താവന അതുമായി ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തി ചർച്ചയിലും ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി. ഒരുപക്ഷെ ആദ്യം മുതൽക്കേ തന്നെ VS-ന്റെ നിലപാടുകളും പ്രസ്താവനകളും വളച്ചൊടിക്കാൻ ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അത് പ്രത്യേകിച്ച് അത് ചില പാർട്ടിയുടെ നിലപാടാണ്, അല്ലെങ്കിൽ പാർട്ടിയിലെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ നിലപാടാണ്. മറുഭാഗത്ത് പിണറായിയെ നിർത്താനും ഒരു ശ്രമം വല്ലാതെ നടക്കുന്നുണ്ടോ, ഈ പ്രത്യേകിച്ച് ഈ പോലീസ് വിഷയത്തിൽ കേന്ദ്രീകരിച്ചു? അല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പഴയ VS പിണറായി ഡൈക്കോട്ടമി എന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നേ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടൊരു വിഷയമാണ്. രാഷ്ട്രീയ താല്പര്യം കൊണ്ട് പലരും ഉന്നയിക്കും. ഒരളവോളം KVS ഹരിദാസും അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതിന് വലിയ എന്താ പറയുക, ഒരു ശവശരീരത്തിന് ജീവൻ കൊടുക്കാമെന്നുള്ള ഒരു വ്യാമോഹം മാത്രമാണ്. അപ്പോൾ അതങ്ങനെ ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയമായിട്ട് അങ്ങനെ ആയിക്കൊള്ളട്ടെ. പിന്നെ VS അച്യുതാനന്ദൻ ഇക്കാര്യത്തിൽ പറഞ്ഞത് അടിക്കടി വരുന്ന പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ രംഗത്ത് വന്ന് പറഞ്ഞല്ലോ, അതേ സംബന്ധിച്ച് തീരുമാനമെടുത്ത് അറിയിക്കുന്നു. ഇത്തരം ചില അത്യുത്സാഹം കാണിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവും. അപ്പം നയപരമായി പാർട്ടി എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ഭിന്നമായി പോലീസുകാർ UAPA ചുമത്തിക്കൊണ്ട് നദികളുടെ കാര്യത്തിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, അത് പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ സലീം പറഞ്ഞതുമാതിരില്ല, തെറ്റ് സംഭവിക്കും, അത് വളരെ പെട്ടെന്ന് പരിഹരിക്കുകയും ചെയ്യും, കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട്. അത്തരമൊരു ആർജവം ഉണ്ടാവും. അത് അങ്ങനെ തന്നെ കണ്ടാൽ മതി. എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഒരുപക്ഷെ ഇനി പോലീസുകാർ, കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഓഫീസേഴ്സ് ഇത്തരം കാര്യങ്ങളെ, സെൻസിറ്റീവായ കാര്യങ്ങളെ സമീപിക്കുക എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ KVS, ഇവിടെ തെറ്റ് സംഭവിച്ചു, അത് നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് സർക്കാർ തലത്തിൽ മാത്രമല്ല പാർട്ടി തലത്തിൽ കൂടിയാണ്. അതാണ് ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പോലും. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി പാർട്ടിയും സർക്കാരും ഈ വിഷയങ്ങളെ നേരിടും, അതിനൊരു നയം മാത്രമേ ഉള്ളൂ പാർട്ടിക്ക് എന്നൊന്നുകൂടി ആവർത്തിക്കപ്പെടുകയല്ലേ ശ്രീ KVS? സ്വാമി, എന്നെ ആശങ്കാകുലനാക്കുന്ന വിഷയം ഇത് തന്നെയാണ്. ഞാൻ ഡൽഹിയിൽ പോയിട്ട് പിണറായി വിജയൻ കേന്ദ്ര നേതാക്കന്മാരായിട്ട് സംസാരിച്ചു എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ. എൻ്റെ ഒരു ധാരണ, എൻ്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ, എൻ്റെ ഒരു രേഖാമൂലമുള്ള തെളിവുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ നടക്കുന്ന ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണകൾ കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു എന്നതാണ്. അത് കണക്കിലെടുത്തിട്ട് കേരളത്തിലെ പോലീസിനെ സജ്ജമാക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോ നിർദ്ദേശം കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് അത് മനസ്സിലാക്കി അദ്ദേഹം അത് ചെയ്തു. സെൻകുമാറിനെ മാറ്റി ലോക്നാഥ് ബെഹ്റയെ കൊണ്ടുവരുന്നതിനുള്ള കാരണവും അത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് കുറച്ചൊന്നുമല്ല. കാരണം നമുക്കറിയാം ഒരുപാട് ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. അത്തരം മാവോയിസ്റ്റുകൾ മാത്രമല്ല, അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ചില തീവ്രവാദ സംഘങ്ങളുടെ റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നിന്നാണ് നടന്നത്. മതം മാറ്റം നടത്തിയതിൻ്റെ കഥകൾ നമ്മൾ മുമ്പ് ചാനലുകളിൽ ചർച്ച ചെയ്തതല്ലേ. അത്തരം പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അത്തരം സങ്കീർണമായ രൂക്ഷമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് UAPA പോലുള്ള ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല എന്നൊരു ഭരണകക്ഷി തീരുമാനിച്ചാൽ
അത് അപകടത്തിലേക്കാണ് കൊണ്ടുപോവുക. ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ഇതുവരെ പിണറായി വിജയൻ കൊടുത്ത ആ മാൻഡേറ്റ് ഉണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം, അത് കൊടുക്കാൻ തയ്യാറുണ്ടോ ഇല്ലയോ ഉള്ളതാണ് പ്രശ്നം. അല്ലാതെ പോലീസിന്റെ പേരിൽ പാർട്ടി അച്ചടക്കം പോലീസിനെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ, പാർട്ടി നിലപാടുകൾ പോലീസിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ അത് ഈ ആന്റി നാഷണൽ ഫോഴ്സിന് ശക്തി പകരും എന്നതാണ് പ്രശ്നം. ഞാൻ തിരികെ എത്താം. ശ്രീ സലീം, ഏതായാലും ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. താങ്കൾക്ക് അല്ല ഞാൻ തിരികെ എത്താം. ശ്രീ പി എസ് സലീം. അല്ല സൗമ്യ, ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ റെജി പറഞ്ഞ പോലീസിനെ കുറിച്ച് പറയുന്ന നല്ല വാക്കുകളൊക്കെ ഞാൻ യോജിക്കുന്നു. പോലീസിന്റെ മുറയിൽ കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റേറ്റിന് ഇൻട്രസ്റ്റിന് ആവശ്യവുമാണ്. പക്ഷെ ഇവിടെ KVS പറഞ്ഞൊരു കാര്യമുണ്ട്, EAPA ആ നിയമം ദുരുപയോഗപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ EAPA നിയമം ഇന്ന ഏജൻസി മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന ഒരു തീരുമാനം CPM സംസ്ഥാന കമ്മിറ്റിയോ പ്രകാശ് കാരട്ടോ തീരുമാനിച്ച് ആ തീരുമാനം കേരള ഗവൺമെന്റിൽ അടിച്ചേൽപ്പിക്കുന്നത് ഗുരുതരമായ സമയമായിരിക്കുന്നുകൊണ്ടാണ് അങ്ങനെ തന്നെ വിലയിരുത്താനാണ്, അതായത് അങ്ങനെ തന്നെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാനാണ് ശ്രീ KVS ആയാലും ശ്രീ സലീം ആയാലും ശ്രമിക്കുന്നത്. അതായത് ഇങ്ങനെ നിർബന്ധങ്ങൾ വരുന്നു, അത് പോലീസിൽ അടിച്ചേൽപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന രീതിയിൽ തന്നെ. അല്ല, ഇതിനകത്ത് സലീമും ശ്രീ KVS ഹരിദാസും ഒക്കെ മനസ്സിലാക്കിയ മാതിരി ശരിക്കും പറഞ്ഞാൽ ടാഡ പോലുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ പിൻവലിച്ചല്ലോ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ശരിക്കും തീവ്രവാദികളുടെ ഒരു ഡെന്നാണ് എന്ന നിലയ്ക്കുള്ളൊരു പ്രചാരണമുണ്ട്. KVS ഹരിദാസ് അതിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ കേരളം ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനാധിപത്യപരമായ സംവേദനശീലത്തിൽ വളരെ മുന്നിലാണ്. വളരെ മുന്നിലായിരിക്കുമ്പോൾ എല്ലാവരും അഭിപ്രായം പറയുന്ന അവസ്ഥയുണ്ടാവും. ഏറ്റവും കുറവ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതുള്ളപ്പോഴാണ് ഏറ്റവും അധികം ആളുകളുണ്ട്, അതിന് ബെഹ്റയെ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്ന കേൾക്കാൻ രസമുള്ള കാര്യമാണ്. ഗൗരവതരമായി ഞാൻ അതിന് വലിയ ഒരു പക്ഷേ ഒരു വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നന്നായി വർക്കൗട്ട് ചെയ്യുന്ന ഒരു സംഭവം ദേശീയതയാണ് എന്ന ഒരു മറുചേരിയുടെ ചിന്തയാണോ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം? അല്ല, ദേശീയത പിന്നെ BJPയെ സംബന്ധിച്ചും RSSനെ സംബന്ധിച്ചും ഒക്കെ കേരളത്തിലും ഒരു ഉപകരണമാണ്. ആ ഉപകരണം വെച്ചുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം ദേശവിരുദ്ധമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം, മറ്റൊന്നും ലഭിക്കാത്തത് കൊണ്ടും മറ്റു കാര്യങ്ങൾ ഇടപെടാൻ പറ്റുന്ന സംഘശക്തി ഇല്ലാത്തത് കൊണ്ടുമൊക്കെ അവർ കൈകാര്യം ചെയ്യുന്ന രീതിക്കപ്പുറം ഞാനത് ഗൗരവകരമായ ഒരു വീക്ഷണം അതിന് നൽകിയിട്ടില്ല. അല്ല, ഏറ്റവും നിർഭാഗ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ BJP സംഘപരിവാർ കേന്ദ്ര ഗവൺമെന്റിനോട് കൂടി ഈ ദേശഭക്തി ഗാനവും ദേശീയതയും രാജ്യസ്നേഹവും അവരുടെ മൊത്തക്കച്ചവടമാണെന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങളെ ശരിക്കും അപഹാസിക്കുകയാണ്. അതായത് നമ്മുടെ ദേശീയ ഗാനത്തെയും നമ്മുടെ ദേശീയ വികാരത്തെയും രാജ്യസ്നേഹത്തെയും ഇവർ ഈ രീതിയിലുള്ള കച്ചവടത്തിലൂടെ തന്നെ ഇന്ത്യയിൽ അപഹാസ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാണക്കേടാണ്, ലജ്ജാകരമാണ്. കേരള പോലീസിനെ സംബന്ധിച്ചോളം നിങ്ങൾ യാതൊരു വിഷമം വിചാരിക്കേണ്ട. കേരളത്തിൻ്റെ പോലീസ് സംവിധാനവും കേരളത്തിൻ്റെ ഭരണവും അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകും. അതിൽ എന്തെങ്കിലും നേട്ടം കൊയ്യാൻ നിങ്ങളുടെ ധാരണയ്ക്ക് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ഒരു തരത്തിലും വിജയിക്കാൻ പോണില്ല. ശ്രീ KVS, ഒപ്പം തന്നെ ശ്രീ സലീം, എനിക്ക് സമയപരിമിതി മൂലം നിങ്ങൾ രണ്ടുപേരിലേക്കും വരാനാകുന്നില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന് ശ്രീ KVS ഹരിദാസ്, ശ്രീ പി. എസ്. സലീം, ഒപ്പം ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ശ്രീ റജി ലോക്കോസ്.